നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല. നിർമ്മല കോളേജ്, മൂവാറ്റുപുഴ. An inspiring journey into the future. കാടുകേട് കിടന്നിരുന്ന മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡ് ശുചീകരിച്ച് UDF മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി. വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണ പ്രവർത്തനം MLA ഫണ്ട് ഉപയോഗിച്ച് പൂർത്തിയാക്കുമെന്ന് മാത്യു കുഴൽനാടൻ. കാടുകേട് കിടന്നിരുന്ന മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡ് ശുചീകരിച്ച് UDF മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി. കഴിഞ്ഞ കുറച്ച് നാളുകളായി കാട് പിടിച്ചു കിടന്നിരുന്ന ബസ് സ്റ്റാൻഡാണ് മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി UDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 8-ന് ആരംഭിച്ച ശുചീകരണ പ്രവർത്തനത്തിൽ 50ഓളം UDF പ്രവർത്തകർ പങ്കാളികളായി. കോടിക്കണക്കിന് തുക അനുവദിച്ച് നിർമ്മാണം ആരംഭിച്ച മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡും പരിസരവും കാടുകേട് മൂടിയിട്ടും ശുചീകരണ നടപടികൾ സ്വീകരിക്കാൻ KSRTC അധികൃതർ തയ്യാറായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് UDF പ്രവർത്തകർ ശുചീകരണ പ്രവർത്തനം ഏറ്റെടുത്തത്. മഴക്കാലത്ത് പകർച്ചവ്യാധികൾ രൂക്ഷമാകുന്ന സാഹചര്യം മുന്നിൽ കണ്ട് പൊതു ഇടങ്ങൾ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് UDF നേതൃത്വം നൽകിയത്. മാലിന്യ പ്രദേശങ്ങൾ, ജലം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ ശുചീകരിക്കുന്നതിന് UDF പ്രവർത്തകർ രംഗത്തിറങ്ങും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തുന്ന മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് UDF പൂർണ്ണ പിന്തുണ നൽകുമെന്നും വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ബസ് സ്റ്റാൻഡിന്റെ നവീകരണ പ്രവർത്തനം ഇതുവരെയും പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സർക്കാർ ഫണ്ടിനെ ആശ്രയിക്കാതെ MLA ഫണ്ട് ഉപയോഗിച്ച് ബസ് സ്റ്റാൻഡ് നവീകരിക്കുമെന്നും മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയിൽ ഇതിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി. 2 വട്ടം ടെൻഡർ ചെയ്തു. ഇതിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്യാൻ കാര്യങ്ങളെല്ലാം നോക്കി. പക്ഷേ KSRTC ടെൻഡർ ചെയ്യുന്ന അല്ലെങ്കിൽ KSRTC അനൗൺസ് ചെയ്യുന്ന വർക്ക് എടുക്കാൻ ആരും തയ്യാറാവാതിരിക്കുകയും ഒരു കോൺട്രാക്ടർമാർ മുന്നോട്ട് വന്നത് കാരണം KSRTCയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരുപാട് ഫിനിഷിംഗ് വർക്ക്സ് ബാക്കിയുണ്ടായിരുന്നു. ഇവിടെ ടോയ്ലറ്റ് കോംപ്ലക്സിൻ്റെ പണിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി KSRTC ഫണ്ട്സിനെ അല്ലെങ്കിൽ ഗവൺമെൻറ് ഫണ്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് മാറ്റി MLA ഫണ്ടിൽ നിന്നും എനിക്ക് വർഷം അനുവദിച്ച് കിട്ടുന്ന 5 കോടി പ്ലസ് 1 കോടി 6 കോടി രൂപയിൽ നിന്നും ആ പൈസ ഞാൻ പാർട്ടിയുടെയും മുന്നണിയുടെയും ഒക്കെ അനുമതി വാങ്ങിയതിന് ശേഷം ആ പൈസ മേജറായിട്ട് KSRTCയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് ആ പണം ഉപയോഗിച്ച് KSRTC നവീകരിക്കണമെന്നുള്ള ഒരു പൊതു അഭിപ്രായം മുന്നണി യോഗത്തിലും പാർട്ടിയൊക്കെ എന്നോട് നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണ്. അതിൻ്റെ ഒരു പ്രാരംഭ നടപടി എന്ന നിലയിൽ ഇവിടെ ഇത്രയും മോശമായി കിടക്കുന്ന KSRTC സ്റ്റാൻഡ് ഒരു വൃത്തിയാക്കൽ ചടങ്ങാണ് ഇന്ന് ഞങ്ങളിവിടെ നടത്തിയത്. ഇത് ആരെങ്കിലും വെച്ച് ചെയ്യല്ല, UDFിൻ്റെ പ്രവർത്തകർ തന്നെ, നേതാക്കന്മാരടക്കം, ചെയർമാനും അതുപോലെ ഓഫീസിൻ്റെ അടക്കമുള്ളവർ, ചെയർമാനും കൗൺസിലേഴ്സും അടക്കമുള്ളവർ നേരിട്ട് നിന്ന് ഇത് വൃത്തിയാക്കിയിട്ടുള്ളതാണ്. ബസ് സ്റ്റാൻഡിലെ വൃത്തിഹീനമായി കിടന്നിരുന്ന ശുചിമുറിയും വൃത്തിയാക്കി പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി. മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്ന ഉറവിട നശീകരണത്തിലും പരിസര ശുചീകരണ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുക്കാൻ UDF നേതൃത്വം പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി. UDF ചെയർമാൻ KM സലീം, കൺവീനർ KM അബ്ദുൾ മജീദ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ, മണ്ഡലം പ്രസിഡന്റ് KA അബ്ദുൾ സലാം, നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു, നഗരസഭ കൗൺസിലർമാർ, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാർ, ബ്ലോക്ക് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 30-ന് നടക്കാനിരിക്കുന്ന സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് CITU മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി ബസ് സ്റ്റാൻഡും പരിസരവും ശുചീകരിക്കുമെന്നറിയിച്ച് രംഗത്ത് വന്നിരുന്നു. ഇതിനുശേഷമാണ് UDF ശുചീകരണ പ്രവർത്തനം ഏറ്റെടുത്തതെന്ന് CITU നേതാക്കൾ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. വിദേശ പഠനത്തിനൊരുങ്ങുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഏതെങ്കിലും കോഴ്സോ കോളേജോ മാത്രമല്ല, മറിച്ച് 2030-ലും 2040-കളിലുമെല്ലാം ലോകത്ത് ഏറ്റവും വിലമതിക്കപ്പെടാൻ പോകുന്ന കരിയറുകളെയാണ്. വരൂ, ആ കരിയറുകളെയും അവയിലേക്ക് നീളുന്ന കോഴ്സുകളെയും പരിചയപ്പെടാം. ഫ്യൂച്ചർ കരിയേഴ്സ് അബ്രോഡ് മെഗാ സെമിനാർ ബൈ ഗ്ലോബൽ എഡ്യൂ. ജൂൺ 1 ശനിയാഴ്ച മെൻറ്റർ അക്കാദമി ഹാൾ, കോതമംഗലം.